ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു നൈനൂസ് ഡ്രീമി ക്രിയേഷൻസ്. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ, അതായത് കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത് 4 സ്റ്റിച്ചുകളാണല്ലേ. ഒന്ന് റണ്ണിങ് സ്റ്റിച്ച്, അതേപോലെ ബാക്ക് സ്റ്റിച്ച്, പിന്നെ ചെയിൻ സ്റ്റിച്ച്, പിന്നെ ബ്ലാങ്കറ്റ് സ്റ്റിച്ച്. അങ്ങനെ നമ്മൾ 4 പ്രധാനപ്പെട്ട 4 സ്റ്റിച്ചുകൾ പഠിച്ചു. അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ചു തരാനായിട്ട് പോകുന്നത്, നമുക്ക് പെട്ടെന്ന് ഈ പൂക്കളൊക്കെ ചെയ്യാനായിട്ട് കുറച്ച് ലീഫുകളും കൂടി അതിൻ്റെ കൂട്ടത്തിൽ വേണം. അപ്പോൾ നമുക്ക് ലീഫ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. എന്നിട്ട് നമുക്ക് ഒരു 2-3-4 ഫ്ലവേഴ്സ് കൂടി എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഒരു ലീഫ് സ്റ്റിച്ചാണ് കേട്ടോ. ഞാൻ 2 സ്റ്റിച്ച് ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പം നമ്മൾ ലീഫ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമ്മൾ ഗ്രീൻ കളറിലുള്ള ത്രെഡ് തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഫുള്ള് സ്ട്രാൻഡ്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. അതിലെത്രയാണോ നമുക്ക് കിട്ടുക, നമ്മളിപ്പോൾ നൂല് മേടിക്കുമ്പോൾ ഇങ്ങനെയാണല്ലോ കിട്ടുക. അപ്പോൾ ആ ഒരു ഫുള്ള് നൂലും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ അറ്റം ഒരു ഇങ്ങനെ ഒറ്റയിഴയായിട്ട് ഇവിടെ കെട്ടിട്ട് കൊടുത്തിട്ടുമുണ്ട്. ഇനി നമുക്ക് ലീഫ് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം ഒരു ലീഫിനെ വരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതിനായി നോർമലി ഞാനൊരു പെൻസിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ ഇങ്ങനെ ഇതുപോലെ ഫ്രീ ഹാൻഡായിട്ട് ഞാൻ ജസ്റ്റ് ഒരു ലീഫ് വരച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ ചെയ്യുന്നത്. ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ലീഫ്. ഇങ്ങനെയാണല്ലോ ലീഫ് ഉണ്ടാവുക. അപ്പോൾ ഇനി ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ സൂചി അടിയിൽ നിന്നും ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് കണ്ടില്ലേ ഇതുപോലെ എടുക്കുക, ഇതുപോലെ ഇങ്ങനെ കുത്തിയെടുക്കുക. അതിനുശേഷം നമ്മൾ ഒരു ഗ്യാപ്പ്, നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് പഠിച്ചു. അപ്പോൾ ഒരു ചെറിയ ഒന്ന് താഴത്തേക്ക് ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് കുത്തി ഇറക്കി കൊടുക്കുക കേട്ടോ. കണ്ടില്ലേ, ഇപ്പം നമുക്കൊരു റണ്ണിങ് സ്റ്റിച്ച് കിട്ടി. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ തൊട്ട് താഴെ കണ്ടില്ലേ, നമ്മൾ ഈ സൈഡിൽ നിന്ന് ഇതുപോലെ തൊട്ട് താഴത്തുനിന്ന് നമ്മൾ ഒന്ന് കുത്തിയെടുക്കുക. അതിനുശേഷം നമ്മൾ നമ്മളിപ്പോൾ ഇവിടെ കുത്തിയിട്ടുണ്ടല്ലോ, അതിന് തൊട്ട് താഴെയായിട്ട് ഒരു ഗ്യാപ്പ്, ചെറിയൊരു ഗ്യാപ്പ് വിട്ടിട്ട് ഇതുപോലെ ഒന്ന് കുത്തി ഇറക്കി കൊടുക്കുക കേട്ടോ. കണ്ടില്ലേ, അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഷേപ്പായിരിക്കും നമുക്ക് കിട്ടുക. ഒന്നും കൂടി ഞാനൊന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. കണ്ടില്ലേ ഇതുപോലെ. എന്നിട്ട് ഇതുപോലെ നമുക്ക് ഒരു സൈഡ് കിട്ടി. ഫസ്റ്റ് നമ്മൾ ഈ സൈഡിൽ നിന്നാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി അടുത്തത് ഈ സൈഡിൽ നിന്ന് വേണം കുത്തിയെടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ എവിടെ നിന്നാണോ മറ്റേ സൈഡ് ഒരു ഗ്യാപ്പ് വിട്ടിട്ട് കുത്തിയെടുത്തിട്ടുള്ളത്, ആ ഒരു ഗ്യാപ്പിൽ നിന്ന് ഇവിടെ നിന്നും കുത്തിയെടുക്കുക. അതിനുശേഷം ഇതുപോലെ വലിച്ചിട്ട് ഇനി ഈ നമ്മളിപ്പോൾ ഇവിടെ കുത്തിയതില്ലേ, അതിൻ്റെ തൊട്ട് താഴത്തായിട്ട് ഒരു ചെറിയൊരു ഗ്യാപ്പ് വിട്ടിട്ട് ഇതിനെ ഒന്ന് കുത്തി ഇറക്കി കൊടുക്കുക. കണ്ടില്ലേ ഇതുപോലെ. ഇനി വീണ്ടും നമുക്ക് ഇങ്ങനെ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് കുറച്ച് താഴത്തു നിന്ന് കുത്തിയെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ നേരെ താഴെ ഒരു ഗ്യാപ്പ് വിട്ടിട്ട് കുത്തി ഇറക്കി കൊടുക്കുക. കുറേ പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ സെൻറ്റർ ഭാഗത്തൊന്നും വരയുടെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഏകദേശം ഇങ്ങനെ കുറേ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്ന ലീഫ് സ്റ്റിച്ച് ഇതൊക്കെയാണ് കേട്ടോ. കൂടുതലായിട്ട് നമ്മൾ എല്ലാ എംബ്രോയ്ഡറി വർക്കുകളിലും ലീഫ് ചെയ്യുമ്പോൾ ഈ ഡിസൈനാണ് നമ്മൾ ചെയ്തു കൊടുക്കുക. അപ്പോൾ അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും മാറി മാറി ഇതുപോലെ നമുക്ക് ഈ ലീഫ് സ്റ്റിച്ചിനെ ഒന്ന് ഫുള്ള് ഫില്ല് ചെയ്തെടുക്കാം കേട്ടോ. വളവൊക്കെ ഉണ്ടാകുമ്പോഴൊക്കെ അതിനനുസരിച്ചിട്ട് നമ്മൾ ഇറക്കി ചെയ്തു കൊടുക്കുക. അപ്പം നമുക്ക് നല്ല ഭംഗിയിൽ നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ, ഒരു ഫ്ലവർ ചെയ്തിട്ട്, അതായത് നമ്മൾ ചുരിദാറിലോ അല്ലെങ്കിൽ ഫ്രോക്കിലോ ചെയ്യുന്ന ഡിസൈന് വരച്ചിട്ട് അതിൽ കൂടി ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. നമുക്ക് ഈ ഡിസൈനൊക്കെ എങ്ങനെയാണ് നമ്മൾ അതിൽ ഉപയോഗിക്കുക, എങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നൊക്കെ നമുക്ക് ഒന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ ഒരു സ്റ്റിച്ച് ഇതുപോലെ ഫുള്ള് ഈ ഒരു അറ്റം വരെ നമുക്കൊന്ന് തുന്നിയെടുക്കാം.
ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ലീഫ് ചെയ്തെടുത്തു, കണ്ടില്ലേ? നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല വൃത്തിയിൽ ഇതേപോലെ കറക്റ്റ് ആ സെൻറ്റർ ഭാഗം ചേർന്ന് നമ്മൾ തുന്നിയെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലീഫ് ചെയ്ത് കഴിഞ്ഞു. ഇതാണ് ലീഫ് ഫസ്റ്റ് കേട്ടോ, ഫസ്റ്റത്തെ സ്റ്റിച്ച് ഇതാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇതേപോലെ തന്നെ വീണ്ടും ഒരു ലീഫ് കൂടി ഞാൻ വരയ്ക്കുന്നുണ്ട്. അതിൻ്റെ സെൻറ്റർ ഭാഗവും ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അടുത്തത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിനും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇവിടെ നിന്ന് സെൻറ്റർ ഭാഗത്തുനിന്ന് ഒന്ന് സൂചി കുത്തിയെടുക്കുക. അതിനുശേഷം നമ്മൾ ഫസ്റ്റ് ചെയ്തതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് ഒരു ബാക്ക് സ്റ്റിച്ച്, അതായത് ഒരു റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. ഇതുപോലൊരു റണ്ണിങ് സ്റ്റിച്ച് ചെയ്തു. അതിനുശേഷം നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ നിന്നും ഒന്ന് കുത്തിയെടുക്കുക. ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഒന്ന് കുത്തിയെടുത്തു. എന്നിട്ട് ഈ സൂചി ഇങ്ങനെ ചെരിച്ച് പിടിച്ചിട്ട് ഇപ്പുറത്തെ സൈഡിൽ നിന്നും കുത്തിയിട്ട് നമ്മൾ ഇതിൻ്റെ ഇങ്ങനെ കുത്തിയതിന് ശേഷം നമ്മൾ ഇവിടുന്ന് ഒരു ഗ്യാപ്പ് വിട്ടിട്ടാണല്ലോ കുത്തിയെടുത്തത് ഈ സ്റ്റിച്ചിൽ. അപ്പം അതേപോലെ തന്നെ ഒരു ഗ്യാപ്പ് വിട്ടിട്ട് ചെറിയൊരു ഗ്യാപ്പ് മതിയേ, തൊട്ട് താഴത്തുനിന്ന് ഇങ്ങനെ ഒന്ന് കുത്തി കയറ്റി കൊടുക്കുക, കണ്ടില്ലേ? അപ്പം നമുക്ക് ഇങ്ങനെ ഒരു വി ഷേപ്പ് പോലെ ആയിരിക്കും നമുക്കിത് കിട്ടുക. ഇതുപോലെ നടുഭാഗത്തുനിന്ന് നൂലിങ്ങനെ പോരും ചെയ്യും, ഒരു വി ഷേപ്പ്, കണ്ടില്ലേ? അപ്പോൾ എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വലിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക കേട്ടോ. ഈ ഒരു ഷേപ്പ് കിട്ടും. എന്നിട്ട് നമ്മൾ ഇതിനെ തൊട്ട് താഴെ, ഇതിൻ്റെ ഇപ്പുറത്ത്, ഉള്ളിലല്ല കേട്ടോ, ഉള്ളിലല്ലാതെ പുറത്ത് ഒന്ന് ഇതിനെ ഒന്ന് കുത്തി ഇറക്കി കൊടുക്കുക. അപ്പോൾ അവിടെ ഒരു കെട്ടായിട്ട് ഇത് വീഴും. ഇനി അത് അവിടെ നിന്ന് അനങ്ങില്ല. ഇനി വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? ഇതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ നിന്നും എടുക്കുക, അതുപോലെ ഇപ്പുറത്തെ സൈഡിൽ നിന്നും നമ്മളൊന്ന് കുത്തിയെടുക്കുക കേട്ടോ. എന്നിട്ട് തൊട്ട് താഴെ സെൻറ്ററിൻ്റെ കുറച്ച് നമ്മൾ എവിടെ നിന്നാണോ നേരത്തെ കുത്തി ഇറക്കിയത് അതിൻ്റെ തൊട്ട് താഴത്തുനിന്നായിട്ട് ഇതുപോലെ ഒന്ന് കുത്തി കയറ്റി കൊടുക്കുക. അപ്പം നമുക്ക് വീണ്ടും ഇതുപോലൊരു സ്റ്റിച്ചാവും കിട്ടുക. എൻ്റെ ഒന്നുകൂടി ഒരു കുറച്ച് ഗ്യാപ്പ് കാണാനുണ്ട്, ഒന്നുകൂടി അടുപ്പിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ എനിക്ക് വീഡിയോയിലേക്ക് കാണിക്കുമ്പോൾ എനിക്ക് ആ ഒരു ഇത് കിട്ടുന്നില്ല. ഇതുപോലെ വീണ്ടും എന്ത് ചെയ്യണം? ഇപ്പുറത്തെ സൈഡിൽ നിന്നും ഇങ്ങനെ താഴ്ത്തി കൊണ്ടുവരിക കേട്ടോ. നമ്മൾ നേരത്തെ മറ്റേ സ്റ്റിച്ച് ചെയ്തതുപോലെ തന്നെ ഒരു ഗ്യാപ്പ് വിട്ടിട്ട് ഇങ്ങനെ ചെയ്ത് വരിക. അപ്പോൾ ഈ ഒരു സ്റ്റിച്ച് കാണാനായിട്ടും നല്ല ഭംഗിയുണ്ടാവും. ഇതാണ് നമ്മുടെ ലീഫ് സെക്കൻഡ്. അപ്പം ഇത് നമുക്ക് ഇതേപോലെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് ചെയ്തിട്ട് കാണാം. ഇനി നിങ്ങൾക്ക് ഇതൊന്ന് ചെരിച്ചെടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതെങ്ങനെയും ചെയ്യാം കേട്ടോ. ഇതാ ഞാൻ കാണിച്ചു തരാം. ഇവിടെ നിന്ന് നമ്മൾ ആദ്യം ഒന്ന് കുത്തിയെടുക്കുക, അതിനുശേഷം ഇവിടെ നിന്നും ഒന്ന് താഴത്തേക്ക് ഒന്ന് കുത്തി ഇറക്കിയതിന് ശേഷം ഈ നൂലിനെ ഒന്ന് ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടുന്ന് കുത്തിയെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ആക്കിയിട്ട് നമുക്ക് ഇങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. ഒറ്റയടിക്ക് നിങ്ങൾക്ക് ആ ഒരു ഇവിടുന്ന് നേരെ ചെരിച്ചിട്ട് താഴത്തേക്ക് കുത്തി ഇറക്കാൻ പറ്റുന്നില്ല, കുത്തി കയറ്റാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ടൈം നമുക്ക് വേണം. മറ്റേത് ചെയ്യുകയാണെങ്കിൽ കണ്ടില്ലേ, ഇതാവുമ്പോൾ പെട്ടെന്ന് നമുക്ക് അടിയിൽ കൂടെ നൂലൊന്നും ഉണ്ടാക്കാണ്ട് പിടിച്ച് വലിക്കാണ്ട് ഇതുപോലെ ചെയ്തെടുക്കാനായിട്ട് ഈസി ആയിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു മെത്തേഡും നിങ്ങൾ മറ്റേ മെത്തേഡും ഒന്ന് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് ഏതാണോ രണ്ടിലും എളുപ്പമായിട്ട് പറ്റുക അത് നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഇതാണ്ടില്ലേ നമ്മുടെ രണ്ടാമത്തെ ലീഫും നമ്മൾ ഫുള്ളാക്കി കഴിയുകയാണേ. ലാസ്റ്റത്തെ ഒരു സ്റ്റെപ്പ് കൂടി ചെയ്തു. ഇതാണ് രണ്ടാമത്തെ ലീഫ്, കണ്ടില്ലേ? അപ്പം നമ്മൾ 2 ലീഫ് പഠിച്ചു. ഫസ്റ്റ് ഇതുപോലെ ഒരെണ്ണം പഠിച്ചു, പിന്നെ ഇങ്ങനെ ഒരു നോട്ട് ഇട്ട് വരുന്നത്, ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഇങ്ങനെ ഒരു നോട്ട് പോലെയാണ് വരുന്നത്, കണ്ടില്ലേ? ഒരു നോട്ട് പോലെ വരുന്നുണ്ട്. ഇങ്ങനെ കിട്ടി. ഇനി നമുക്ക് മൂന്നാമത്തെ ഒരെണ്ണം കൂടി പഠിക്കാം കേട്ടോ. അപ്പം ഇനി നമ്മൾ മൂന്നാമത്തെ സ്റ്റിച്ച് പഠിക്കാൻ പോവാണ്. അതിനും ഇതുപോലെ നമ്മൾ ഒരു ലീഫ് ഇങ്ങനെ ഒന്ന് വരച്ചെടുക്കുക.
അതിനുശേഷം ഇതിൻ്റെയും സെൻറ്റർ ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഫസ്റ്റ് ഇവിടുന്ന് തന്നെ അറ്റത്തുനിന്ന് നമ്മൾ സൂചി കുത്തിയെടുത്തു. അതിനുശേഷം കുറച്ചൊന്ന് താഴ്ത്തിയിട്ട് കേട്ടോ, നമ്മൾ മറ്റേതിനൊരു ചെറിയൊരു ഗ്യാപ്പേ കൊടുത്തുള്ളൂ, പക്ഷേ ഇതിന് കുറച്ചുകൂടി ഒന്ന് താഴ്ത്തിയിട്ട് ഒന്ന് കുത്തിയിറക്കി കൊടുക്കുക. കണ്ടില്ലേ, ഒന്ന് ലോങ് ആയിട്ടൊന്ന് ചെയ്യുക. അതിനുശേഷം ഇവിടെ നിന്ന് എടുത്തിട്ട് നമ്മൾ എപ്പോഴും എടുക്കുന്നതൊക്കെ കറക്റ്റ് ഈ സൈഡിൽ നിന്നും ഏത് സൈഡിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് തുടങ്ങാം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിലോട്ടായിട്ട് കേട്ടോ, നമ്മൾ സെൻറ്റർ ഭാഗത്തല്ലാതെ കുറച്ച് മാറിയിട്ട് ഈ സൈഡിലോട്ടൊന്ന് മാറ്റി കുത്തി കൊടുക്കുക. കണ്ടില്ലേ, ക്രോസ് ആയിട്ട് ഒന്ന് ചെയ്യാം. അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ കുത്തിയെടുത്തിട്ട് ഇങ്ങോട്ട് കേട്ടോ ഇപ്പുറത്തെ സൈഡിലോട്ടൊന്ന് മാറ്റി കുത്തി കൊടുക്കുക. അപ്പോഴും നമ്മൾ ക്രോസ് ആയിട്ടാവും ഇത് വരിക. കണ്ടില്ലേ, ഇതുപോലെ. ഇനി വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പുറത്തുനിന്ന് എടുക്കുക. ഇപ്പുറത്തെ സൈഡിൽ നിന്ന് എടുത്തു. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒന്ന് കുത്തിയിറക്കി കൊടുക്കുക. കണ്ടില്ലേ. അപ്പം ഇതിന് നമ്മൾ ഫിഷ് ബോൺ സ്റ്റിച്ച് എന്നാണ് കേട്ടോ പറയുക. ഒരു മീനിൻ്റെ വാല് പോലെ ക്രോസ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നത്. ഇങ്ങനെ മനസ്സിലായില്ലേ. ഇതിനെ നമ്മൾ ഫ്ലൈ സ്റ്റിച്ച് എന്ന് പറയും കേട്ടോ. ഇതിനെ ഫ്ലൈ സ്റ്റിച്ച് എന്ന് പറയും. ഇതിനെ ഫിഷ് ബോൺ സ്റ്റിച്ച് എന്നും നമ്മൾ പറയും. അതായത് മീനിൻ്റെ വാല് പോലെ, അല്ലെങ്കിൽ നമ്മൾ ആ മുള്ളുണ്ടല്ലോ അതുപോലെ ഉണ്ടാവും. ആ ഒരു ഇതുകൊണ്ടാണ് അതിനെ അങ്ങനെ പറയുന്നത്. കണ്ടില്ലേ. എന്നിട്ട് വീണ്ടും ഇങ്ങനെ ഓപ്പോസിറ്റായിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുക. ഇനിയും ഇത് കൂടാതെ തന്നെ ഒത്തിരി സ്റ്റിച്ചുകളുണ്ട്. അത് നമ്മൾ ഇനി ഒരു ഫ്ലവർ സ്റ്റിച്ചുകളൊക്കെ പഠിക്കുമ്പോൾ, വേറെ സ്റ്റിച്ചുകളൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് അതിനൊപ്പം ആ ഓരോ ലീഫ് സ്റ്റിച്ചുകളും ചെയ്തു പോവാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് ആ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഈ ലീഫ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമുണ്ടാവും. അപ്പം ഇതുപോലെ ഇങ്ങനെയൊന്ന് ചെയ്യാം. അപ്പം നമുക്ക് ഇതും ഇതേപോലെ ഒന്ന് ഫുള്ളായിട്ട് ചെയ്തതിന് ശേഷം കാണാം. അങ്ങനെ നമ്മൾ മൂന്നാമത്തെ സ്റ്റിച്ചും പഠിച്ചു. ഇത് നോർമലി ഉള്ള ഒരു ലീഫാണ്. ഇത് ഫ്ലൈ സ്റ്റിച്ച് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ലീഫാണ്. അതേപോലെ ഇത് ഫിഷ് ബോൺ സ്റ്റിച്ച് കേട്ടോ, ക്രോസ് ആയിട്ട് വരുന്നത്. ഇനി നമ്മൾ ബട്ടൺ ഹോൾ സ്റ്റിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു, ഓർമ്മയില്ലേ? ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ബട്ടൺ ഹോൾ സ്റ്റിച്ച്. അത് വെച്ചിട്ട് നമുക്കും ഒരു ലീഫ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബട്ടൺ ഹോൾ സ്റ്റിച്ച് വരുന്നത്. കണ്ടില്ലേ, ഈ സ്റ്റിച്ച് വെച്ചിട്ട് നമുക്ക് ഒരു ലീഫ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അത് ചെയ്യാനായിട്ട് നമുക്ക് വേറൊരു ഷേപ്പ്, അതായത് ഇങ്ങനെ ഒരു താമരയുടെ ഇലയൊക്കെ ഉണ്ടാവില്ലേ, അതുപോലെ ആയിട്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഈ ഒരു ഷേപ്പിൽ കണ്ടില്ലേ, ഈ ഒരു ഷേപ്പിൽ നമുക്കൊന്ന് ചെയ്യാം. അതിൻ്റെ സെൻറ്റർ ഭാഗം ഇതുപോലെ ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഞാൻ ഇതിൻ്റെ അറ്റൊന്ന് കെട്ടിട്ട് നിർത്തട്ടെ കേട്ടോ, എൻ്റെ നൂല് കഴിഞ്ഞു പോയി. അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണേ. ഇവിടെ നിന്ന് ഈ ഒരറ്റത്തുനിന്ന് നമ്മൾ തുടങ്ങുകയാണ് കേട്ടോ. നമ്മൾ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് പഠിച്ചു. ഇങ്ങനെ എടുത്തിട്ട് എന്ത് ചെയ്യണം, ഇവിടുന്ന് നേരെ താഴോട്ടേക്ക് കൊടുക്കുക അല്ലേ. നേരെ താഴോട്ടേക്ക് കൊടുത്തു. എന്നിട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക. കണ്ടില്ലേ. ഇനി വീണ്ടും അതേപോലെ തന്നെ ഇവിടുന്ന് സെൻറ്റർ ഭാഗത്തുനിന്ന് കുത്തിയെടുക്കുക. നമ്മൾ വരച്ചിട്ടുള്ള ആ ഒരു ലൈനിലേക്ക് സൂചിനെ ഒന്ന് കുത്തിക്കയറ്റുക. ഇതുപോലെ നമുക്ക് ഇങ്ങനെ വെക്കുമ്പോൾ ഈ ഒരു ഷേപ്പിൽ സ്റ്റിച്ച് കിട്ടും. വീണ്ടും നമ്മൾ അതേപോലെ തന്നെ ഇങ്ങനെ ഒന്ന്
ചെയ്ത് കൊടുക്കുക. ഇതാണ് നമ്മൾ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റിച്ച് വെച്ചിട്ടുള്ള ഒരു ലീഫ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടില്ലേ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ഒരു സ്റ്റിച്ച് ഉപയോഗിച്ചുകൊണ്ട് പല ഷേപ്പിലും നമുക്ക് ഫ്ലവേഴ്സ് ആയാലും ലീഫ് ആയാലും ഒക്കെ ചെയ്യാനായിട്ട് പറ്റും. അതിന് നമ്മൾ ഫസ്റ്റ് മെയിൻ സ്റ്റിച്ചുകൾ പഠിച്ചാലേ ഇതൊക്കെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് എന്ന് പറയുന്നത്. ബ്ലാങ്കറ്റ് എന്നും പറയും, അതുപോലെ തന്നെ ബട്ടൺ ഹോൾ സ്റ്റിച്ച് എന്നും പറയും കേട്ടോ. ഞാൻ നിങ്ങൾക്ക് ബട്ടൺ ഹോൾ സ്റ്റിച്ച് എന്ന് പറഞ്ഞിട്ടാണ് ചെയ്തത്. ഇനി ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ബട്ടൺ ഹോൾ സ്റ്റിച്ചും തമ്മിൽ എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ, ബട്ടൺ ഹോൾ സ്റ്റിച്ച് ഒന്ന് നമ്മൾ വിട്ട് ചെയ്യും, ബ്ലാങ്കറ്റ് സ്റ്റിച്ച് അടുപ്പിച്ച് ചെയ്യുന്നതിനെയാണ് ബ്ലാങ്കറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ദാ ഇതുപോലെ നമ്മൾ ഇവിടം വരെ എത്തി. ഇവിടം വരെ എത്തി. ഇനി വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഇങ്ങനെ തന്നെ നമ്മൾ സെൻറ്റർ ഭാഗത്തുനിന്ന് ഇപ്പുറത്തോട്ടാക്കിയിട്ടൊന്ന് ചെയ്ത് കൊടുക്കുക. ഇതാ കണ്ടില്ലേ, ഇങ്ങനെ സെൻറ്ററിൽ നിന്ന് തന്നെ കുത്തിയെടുക്കുക. എന്നിട്ട് എവിടേക്കാണോ നമ്മൾ കുത്തി കയറ്റി കൊടുക്കേണ്ടത് അവിടേക്ക് ഇതാ ഇതുപോലെ ഒന്ന് കുത്തി കയറ്റി കൊടുക്കുക. മനസ്സിലായില്ലേ? ഇപ്പം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു കേട്ടോ. നിങ്ങളെ ബ്ലാങ്കറ്റ് അല്ലെങ്കിൽ ബട്ടൺ ഹോളോ പഠിച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പം അത് വെച്ചിട്ട് തന്നെ അതേ ഒരു മോഡൽ തന്നെയാണ് ഇതും ചെയ്തെടുക്കുന്നത്. ഞാനിത് ബട്ടൺ ഹോളായിട്ടാട്ടോ ചെയ്യുന്നത്, ബ്ലാങ്കറ്റ് അല്ല. ബ്ലാങ്കറ്റ് ഒന്നുകൂടി അടുപ്പിച്ച് തിക്കായിട്ട് ചെയ്യണം. കണ്ടില്ലേ, ഇതുപോലെ നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ളത് ബട്ടൺ ഹോളാണല്ലോ. അപ്പോൾ അത് വെച്ചിട്ടുള്ള സ്റ്റിച്ചാണ് ഞാനിവിടെ പറഞ്ഞു തന്നിട്ടുള്ളത്. നമ്മൾ അപ്പുറത്തെ സൈഡിൽ എവിടെയാണോ എടുത്തിട്ടുള്ളത് അവിടെ നിന്ന് തന്നെ നമുക്ക് ഇപ്പുറത്തെ സൈഡിലോട്ടും കുത്തി ഇറക്കി കൊടുക്കുക കേട്ടോ. ഇതിനെ ഇപ്പുറത്തോട്ടെടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ ഫസ്റ്റ് എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്ത് അവിടെ തന്നെ ഇതിനൊന്ന് കുത്തി ഇറക്കി കൊടുക്കുക. കണ്ടില്ലേ? ഇനി ഈ ഒരു സെൻറ്റർ ഭാഗത്ത് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ബാക്ക് സ്റ്റിച്ച് ഉണ്ടല്ലോ അതൊന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ. കാരണം ആ ലൈനൊന്ന് കറക്റ്റായി വരാൻ വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാം. ഇനി ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതാ കണ്ടില്ലേ? പക്ഷെ അതിൻ്റെ ഒരു ഭംഗി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാ ഇതുപോലെ ഇരിക്കും, കണ്ടില്ലേ? ഇപ്പോൾ ലീഫ് കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗിയായില്ലേ? ഇങ്ങനെ സെൻറ്റർ ഭാഗത്തൊന്ന് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ലീഫിൻ്റെ അറ്റമൊന്ന് ഇതുപോലെ ഞെട്ടിൻ്റെ ഭാഗം ഒന്ന് ചെയ്ത് കൊടുക്കുക. ഇതാണ് നമ്മൾ ലീഫ്. അപ്പം ഞാൻ ഇന്ന് ഞാൻ ഈ ഒരു 4 സ്റ്റിച്ചുകളാണ് നിങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുള്ളത്. നോർമലുള്ള നമ്മുടെ ലീഫ് സ്റ്റിച്ചും, അതേപോലെ തന്നെ ഫ്ലൈ സ്റ്റിച്ചും, പിന്നെ ഫിഷ് ബോൺ സ്റ്റിച്ചും, പിന്നെ നമ്മുടെ ബട്ടൺ ഹോൾ സ്റ്റിച്ച് വെച്ചിട്ടുള്ള ഒരു ലീഫും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ എത്രത്തോളം ഉപകാരപ്പെടുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ കമൻ്റായിട്ട് പറയുക. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കുറച്ച് ഫ്ലവേഴ്സ് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതായത് ഈ ഫ്രഞ്ച് നോട്ട്, ബുള്ളിയൻ റോസ്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് സ്റ്റിച്ചുകളുണ്ടല്ലോ, ആ സ്റ്റിച്ചുകൾ നമുക്ക് പഠിക്കാം കേട്ടോ. അപ്പോൾ അതിനുശേഷം
അടുത്തൊരു വീഡിയോയിൽ ഞാൻ ഈ സ്റ്റിച്ചും നമ്മുടെ ലീഫ് സ്റ്റിച്ചും അതേപോലെ നമ്മൾ പഠിച്ചിട്ടുള്ള ഫ്ലവർ സ്റ്റിച്ചും വെച്ചിട്ട് എങ്ങനെ നമുക്കൊരു മോട്ടിഫ് ചെയ്തെടുക്കാം എന്നുകൂടി കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇതെങ്ങനെയൊക്കെ ചെയ്യാമെന്നുള്ള ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.